എൻ്റെ പേര് അലക്സ്. ഞാൻ ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വീട് പത്തനംതിട്ടയാണ്, കോഴഞ്ചേരി എന്ന സ്ഥലത്താണ്. വീട്ടിൽ പപ്പ, അമ്മ, 3 ചേച്ചിമാർ. ഇതാണ് എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ. ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ ചെറിയൊരു ദൈവാനുഭവങ്ങൾ ജീവിതത്തിൽ നടന്നു വന്ന എന്തെങ്കിലും ദൈവാനുഭവങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് സംഭവങ്ങൾ ജീവിതത്തെ പറ്റി തിരിഞ്ഞ് ചിന്തിക്കുമ്പം ദൈവം ഒത്തിരി സന്തോഷത്തോടെ നടത്തിയ കുറേ അനുഭവങ്ങളാണ്. ശരിക്കും ദൈവത്തിൻ്റെ വലിയ കരുണയാൽ വിശ്വാസമുള്ളൊരു ഫാമിലിയിൽ വലിയ ജനിക്കാനുള്ള കൃപ ദൈവം തന്നു. അപ്പം അങ്ങനെ ഒട്ടനേകം സാഹചര്യങ്ങളിലൂടെ ദൈവം ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടത്തിയ, തിരിഞ്ഞ് നോക്കുമ്പോൾ പൊന്നുപോലെ കൊണ്ടു നടത്തിയ കുറേ അനുഭവങ്ങളാണ് ജീവിതത്തിലുള്ളത്. പെട്ടെന്ന് ഓർമ്മ വരുന്ന സംഭവം ഷെയർ ചെയ്യാം. ഞാൻ തിരുവനന്തപുരം CET എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. അവിടെ BTech പഠിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം 2025 പാസ് ഔട്ടായി. ആ സമയത്താണ് ഞാൻ GCUത്ത് മുന്നേറ്റത്തായിട്ട് ബന്ധപ്പെട്ട് കുറേ മെസ്റ്റ് എന്ന ടീമിൽ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ടീമിലൊക്കെ ഭാഗമാകുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള വലിയ കൃപയും അനുഗ്രഹ കർത്താവ് തന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു മെസ്സേജ് വരുവാണ്, അലക്സേ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, കാഞ്ഞിരപ്പള്ളി വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്താണ്. മീറ്റിങ്ങിന് രാവിലെ 10 മണിയാകുമ്പം കാഞ്ഞിരപ്പള്ളിയിൽ എത്തണം എന്നൊരു എൻ്റെ ഒരു സീനിയർ ചേട്ടൻ മെസ്സേജ് അയക്കുവാണ്. അപ്പോൾ ഞാൻ ആ മെസ്സേജ് കാണുന്നത് ഏകദേശം ഒരു രാത്രി 11 മണിക്കാണ്. അപ്പോൾ എങ്ങനെ പോയാലും ഞാൻ ആ മീറ്റിങ്ങിന് അവിടെ എത്തണമെങ്കിൽ വെളുപ്പിന് 5 മണിക്കെങ്കിലും തിരുവനന്തപുരത്ത് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് 10 മണിക്ക് ആ മീറ്റിംഗ് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനൊരു മെസ്സേജ് കണ്ടു. അന്ന് എനിക്ക് എന്താ കുറച്ച് വർക്കൊക്കെ ചെയ്യാം, അസൈൻമെൻറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിടന്നപ്പോൾ ഏകദേശം 1 മണിയായി. അപ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ അവിടെ പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 4 മണി 4:30 ആകുമ്പോൾ എന്നെ എണീപ്പിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് അവിടെ പോകാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആകും. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് 1 മണിയാകുമ്പോൾ ഞാൻ കിടക്കുവാണ്. കിടന്ന് ഞാൻ അലാറം വെച്ചു. 4 മണിയാകുമ്പോൾ അലാറം വെച്ചു, കിടന്നു. കൃത്യം ഒരു അലാറം കേട്ട് 4 മണിയാകുമ്പോൾ എണീറ്റു. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും മടിയന്മാരായതുകൊണ്ടും ഭയങ്കര അച്ചടക്കമുള്ള വ്യക്തികളായതുകൊണ്ട് ഞാൻ വീണ്ടും അലാറം ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങി. പക്ഷെ വീണ്ടും ഒരു 4:30 കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നെട്ടി എണീറ്റു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതായാലും കർത്താവ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, അതുകൊണ്ടായിരിക്കും വീണ്ടും ഞാൻ എണീറ്റ്. അതിന് 4:30 ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്നു, ബാക്കി സാധനങ്ങൾ എടുത്തു വെച്ച് യാത്ര തുടങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പെല്ലാം നടത്തി. അപ്പോഴാണ് ഞാനൊരു സത്യം തിരിച്ചറിയുന്നത്, എൻ്റെ കയ്യിൽ പോകാൻ പൈസ ഇല്ല. അതായത് എൻ്റെ ലിക്വിഡ് മണി ആയിട്ടും ഇല്ല, അതുപോലെ GPayയിലും പൈസ ഇല്ല. അപ്പോൾ വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ വിളിച്ചാൽ വീട്ടിലെല്ലാവരും ഉറക്കമായിരിക്കും. ആ സമയത്ത് അവർക്ക് അയച്ചു തരാൻ പാടുവാണ്. അപ്പോൾ ഞാൻ കർത്താവിന് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് എനിക്ക് കുളിച്ചൊരുങ്ങി ബാഗ് പാക്ക് ചെയ്തു. എന്നിട്ടാണ് ഈ സംഭവം അറിയുന്നത്. അപ്പം ഇനി വേറെ മാർഗ്ഗങ്ങൾ ഫ്രണ്ട്സിനൊക്കെ 2-3 പേര് ചോദിച്ചപ്പോഴും അവരൊക്കെ ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലാണ്, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പൈസ കിട്ടാത്തൊരവസ്ഥ. അപ്പം ഞാൻ ഓർത്തു അന്ന് കർത്താവ് ചിലപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. ആ സമയത്ത് എനിക്ക് ഒരു മെസ്സേജ് വരുവാണ്. വെളുപ്പിന് 4 മണി 5 മണി സമയത്ത് എൻ്റെ ഒരു അളിയൻ്റെ ചേട്ടൻ, എൻ്റെ ചേച്ചി ഹസ്ബൻഡിൻ്റെ ചേട്ടൻ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, എടാ നീ കാഞ്ഞിരപ്പള്ളിക്ക് വരുന്നു, എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. ഒരു സാധ്യത ഇല്ലാതിരിക്കെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സൂക്ഷ്മതയോടെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു കർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് എനിക്ക് അപ്പം ഫീൽ ചെയ്തത്. ഒരു സാധ്യത ഇല്ലാതിരിക്കെ ചേട്ടൻ എനിക്ക് വെളുപ്പിന് 5 മണിക്ക് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, എടാ നീ കാഞ്ഞിരപ്പള്ളിക്ക് വരുന്നോ, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ഇന്നാണെന്ന രീതിയിൽ. ഞാൻ അപ്പം തന്നെ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ എനിക്ക് പൈസ അയച്ചു. ഞാൻ പൈസ മേടിച്ചിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരു കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകൾ, കുഞ്ഞു കുഞ്ഞു നിയോഗങ്ങൾ, ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ കൂടെ നടന്ന് അറിയുന്നൊരു കർത്താവിനെ തിരിച്ചറിയുന്ന ഒരു സമയങ്ങളായിരുന്നു അതെല്ലാം. അങ്ങനെ ജീവിതത്തിൽ ഒറ്റനവധി അനുഭവങ്ങളിലൂടെ കർത്താവ് ഇങ്ങനെ കൂടെ നടക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പം ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വിശുദ്ധ കുർബാന തന്നെയാണ്. വിശുദ്ധ കുർബാനയിലൂടെ നമുക്കറിയാം, ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഈശോയുടെ ജീവൻ നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. നമ്മളെ സീറോ മലബാർ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവിക ജീവനിൽ പങ്കുകാരാക്കാൻ ദൈവം മനുഷ്യസ്വഭാവം സ്വീകരിച്ചു. അപ്പം നമ്മുടെ ഓരോ കുർബാനയിലൂടെയും ഓരോ കൂദാശയിലൂടെയും ഈശോയുടെ തന്നെ ജീവൻ ഉള്ളിലേക്ക് നിവേശിക്കപ്പെടുവാണ്. ആ ഈശോയുടെ ജീവനാണ് നമ്മുടെ ഓരോ കൈകളുടെയും കാലുകളുടെയൊക്കെ ഒരുങ്ങുന്നതിനുള്ള വലിയൊരു ബോധ്യവും അവബോധമൊക്കെ ഈ നാളുകളിലൂടെ കർത്താവ് തന്നു. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകും. കുർബാനയുടെ വലിയൊരു സ്നേഹവും ഭക്തിയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ഒരു വലിയ വിശ്വാസമുള്ള കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് തന്നെ ജനിച്ച നാൾ മുതൽ എല്ലാ ദിവസവും അനുദിന കുർബാനയ്ക്കൊക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ 23 വർഷമായിട്ട് മേ ബി ഒരു 10-15 കുർബാനയൊക്കെ മിസ്സായിട്ട് കാണത്തുള്ളായിരിക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും വിശുദ്ധ കുർബാനയിൽ അറ്റൻഡ് ചെയ്യാനും അങ്ങനെ കുർബാനയുടെ ഓരോ ദിവസത്തേക്കുള്ള ശക്തി ലഭിക്കാനൊക്കെ വലിയ കൃപ ദൈവം തന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത്, ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലേസ്മെൻറ്റിന് സമയമാകുന്നു. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ട് കുറേ പേർ പ്ലേസ്മെൻറ്റ് കിട്ടത്തില്ല. അങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അവസാന നിമിഷമായപ്പം എനിക്കും പ്ലേസ്മെൻറ്റ് കിട്ടാത്ത ഒരു സിനാരിയോ ഉണ്ടായി. ഞാൻ ഓഗസ്റ്റ് തൊട്ടൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്ലേസ്മെൻറ്റ്സ്.
ഡിസംബർ ആയിട്ട് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പം ഡിസംബർ സമയത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുവാണ്. ഇൻ്റർവ്യൂ സമയത്ത് അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു, ടെസ്റ്റ് എല്ലാം പാസ്സായി. ഇങ്ങനെ ഫൈനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഇൻ്റർവ്യൂ നമ്മൾ ഏറ്റവും ഫൈനലായിട്ട് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞ മറുപടി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അല്ലെങ്കിൽ എന്നെ തന്നെ എനിക്കൊരു സെൽഫ് റിയലൈസേഷൻ ആയിരുന്നു. അവരെന്നോട് പറഞ്ഞ മറുപടി, വി ഹാവ് നത്തിങ് ടു ആസ്ക് യു ഹാവ് എ വെരി പ്ലസൻറ്റ് ഫേസ് എന്നായിരുന്നു. അതായത് നിനക്ക് വളരെ പ്രസാദകരമായ മുഖമാണുള്ളത്, അതുകൊണ്ട് വേറെ ഒന്നും എന്നോട് ചോദിക്കാനില്ല, പറയാനില്ല എന്ന്. നമ്മളെല്ലാ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങയുടെ സന്നിധിയിൽ നിർമ്മല ഹൃദയനും പ്രസന്നവദനനും നിഷ്കളങ്കമായി വ്യാപരിക്കാനുള്ള കൃപ തരണേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത്, ഓരോ കുർബാനയിലും കുട്ടി ആ ദൈവത്തിൻ്റെ ജീവൻ മുഖത്ത് വരാൻ അല്ലെങ്കിൽ ആ ഒരു പ്രസരിപ്പിക്കാൻ സാധിച്ചൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എനിക്കിന്ന് ജോലി കിട്ടിയത് പോലും കാരണം. അങ്ങനെ വിശുദ്ധ കുർബാനയും ഈശോയും മാതാവും വിശുദ്ധരൊക്കെ ജീവിതത്തിൻ്റെ ഇപ്പോൾ ഒരു കൂട്ടായി നിന്ന ഒരു ജീവിതമാണ് എനിക്കുള്ളത്. ആൻഡ് ഫൈനലി ഒരു സംഭവം കൂടെ ഓർമ്മ വരുന്നത്, ഞാൻ ജിസ്യൂത്ത് മുന്നേറ്റത്തിൽ വന്ന ശേഷമാണ് ഈ പേഴ്സണൽ പ്രെയർ കൂടുതൽ ഫോക്കസ് ചെയ്യാനും വ്യക്തിപരമായിട്ട് ഈശോയുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൾച്ചറൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇനിഷ്യൽ ടൈമിൽ ഓരോ രീതിയിൽ പല സ്ട്രക്ചറുകൾ ഫോളോ ചെയ്ത്, മെത്തേഡ് ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ദൈവം ആ ഒരു വളർച്ചയിൽ സ്പിരിച്വാലിറ്റിയുള്ള ഗ്രോത്തിൽ ഇങ്ങനെ വളർത്തി ഓരോ പേഴ്സണൽ പ്രെയറിൻ്റെ ലെവലും നമ്മൾ സംസാരിക്കുന്ന രീതിയും പ്രാർത്ഥിക്കുന്ന രക്തമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിടയ്ക്ക് ഞാൻ പൊതുവെ ഞാൻ എടുത്തൊരു മെത്തേഡായിരുന്നു, മെത്തേഡ് നിൽക്കാരുപരി പ്രാർത്ഥനയുടെ അവസാനം ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു, ഈ പേഴ്സണൽ പ്രെയറിൻ്റെ അവസാനം ഈശോ എൻ്റെ ഉള്ളിൽ, മാതാവ് എൻ്റെ ഇപ്പുറത്ത്, യൗസപിതാവ് ഇപ്പുറത്ത്, എൻ്റെ റൈറ്റ് സൈഡിൽ, യൗസപിതാണ് എൻ്റെ പേരിൻ്റെ വിശുദ്ധൻ, എൻ്റെ ഇപ്പുറത്ത് എനിക്ക് ഞാൻ 2 വിശുദ്ധരെയും കൂടെ എപ്പോഴും കൂട്ടിച്ചേർത്ത് പറയായിരുന്നു. പാതിരിപ്പിയോ ഔസപിതാവിൻ്റെ അപ്പുറത്തും മാതാവിൻ്റെ ഇപ്പുറത്ത് ഫുൾട്ടൻ ജേശിനും. ഈ ഇത്രയും വിശുദ്ധരുടെ കൂടെയാണ് ഞാൻ നടക്കുന്നുള്ളൊരു അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്, പേഴ്സണൽ പ്രെയർ അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കണ്ടിന്യൂ ഏകദേശം 1 വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ആ ഒരു പ്രാർത്ഥന പേഴ്സണൽ പ്രെയറിൻ്റെ ഈ ഇങ്ങനെ വിശുദ്ധരെ കൂട്ടുപിടിച്ചുള്ള ഒരു പ്രാർത്ഥനയൊക്കെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു ദിവസം മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻ്ററിൽ തിരുവനന്തപുരം വെറ്റിനാട് സ്ഥലത്ത് റിട്രീറ്റ് സെൻ്റർ ധ്യാനത്തിന് പോയപ്പം കൗൺസിലിങ്ങിനെ ഇരിക്കുവാണ്. സിസ്റ്ററിനെ എന്നെ പറ്റി ഒന്നും അറിയത്തില്ല, എനിക്ക് സിസ്റ്ററിനെ പറ്റി ഒന്നും അറിയത്തില്ല. സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറേ കാര്യം മെസ്സേജസ് ഇങ്ങനെ എടുത്ത് പറയുവാണ്. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ ശരിക്കും എൻ്റെ രോമമൊക്കെ പൊങ്ങി, അല്ലെങ്കിൽ കണ്ണൊക്കെ ഇത് വിടർന്ന ഒരു സംഭവമായിരുന്നു. എന്നോട് സിസ്റ്ററെ കണ്ണടിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാതിരപ്പിയോ സൈഡിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ എന്ന്. അത് ഇന്നും എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. അതായത് എൻ്റെ സ്വകാര്യതയിൽ പേഴ്സണൽ പ്രെയറിൽ ഞാൻ ഏറ്റവും കുഞ്ഞായിട്ട് പ്രാർത്ഥിച്ച പ്രെയറാണ് എൻ്റെ യോസപിതാൻ്റെ അപ്പുറത്ത് പാതിരപ്പിയോ, എൻ്റെ അപ്പുറത്ത് മാതാവിൻ്റെ അപ്പുറത്ത് ഫുൾട്ടൻ ജേശിൻ. ഇങ്ങനെ വിശുദ്ധരോട് പ്രാർത്ഥിച്ചത് പോലും ഈശോ കേട്ടിട്ടുണ്ടെന്നും അവരുടെ സാന്നിധ്യവും മധ്യസ്ഥവും നമ്മുടെ കൂടെ നിന്നൊക്കെ ഉണ്ടെന്നല്ല വലിയ തിരിച്ചറിവ് നൽകിയ ഒരു സംഭവമായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു ജീവിതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴും പെർഫെക്റ്റ് ഒന്നും അല്ല, കുറേ കുറവുകളും ബലഹീനതകളും പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവിനെ കൂടി സ്നേഹിക്കാനും എന്തെങ്കിലുമൊക്കെ കർത്താവ് തന്ന കൃപകളോട് തിരിച്ച് പ്രതികരിക്കാനും അങ്ങനെ ഈ വിശുദ്ധരോട് ചേർന്ന് ഒരിക്കലും സ്വർഗ്ഗത്തിലെ കർത്താവ് നേരിട്ട് കാണാനുള്ള ജീവിതം കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളും ഈശോയുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സമയം ഇതാണ്. ഈ ഒരു യൂത്ത് ടൈമിൽ തന്നെ കർത്താവിനെ കുറിച്ച് സ്നേഹിക്കാനും കർത്താവിനെ ഇറങ്ങിത്തിരിക്കാനും പ്രസന്നവതരായിരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ.